കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ആ മൊത്തത്തിലുള്ള പദ്ധതി അല്ലെങ്കിൽ ആ ഒരു രൂപരേഖയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കണം, അതെങ്ങനെ മെഷർ ചെയ്യണം, അളക്കണം, അതെങ്ങനെ അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം എന്നൊക്കെ ഇത് വിശദീകരിക്കുന്നു. റിസർച്ച് ഡിസൈൻ ഈസ് ദ ഓവറോൾ പ്ലാൻ ഓർ സ്ട്രാറ്റജി ഫോർ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. ഇറ്റ് ഔട്ട്ലൈൻസ് ദി മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ കളക്ടിങ്, മെഷറിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദി റിസർച്ച്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ തൻ്റെ പഠനത്തിനായിട്ട് ആദ്യമായിട്ട് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്, കളക്ട് ചെയ്യുന്ന അത്തരം വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻറ്റുകൾ, ഇതിൽ കൂടെ ലഭിക്കുന്ന വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ എ പ്രൈമറി ഡാറ്റ ഈസ് എ ഒറിജിനൽ ഡാറ്റ കളക്റ്റഡ് ബൈ എ റിസർച്ചർ സ്പെസിഫിക്കലി ഫോർ ദി പർപ്പസ് ഓഫ് ദെയർ സ്റ്റഡി. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. For example, data collected through surveys, interviews or experiments. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം സാമ്പിളിംഗ് എന്താണെന്നൊന്ന് എഴുതുക. അതിനുശേഷം ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനസംഖ്യയെ, അതായത് പോപ്പുലേഷൻ, ജനസംഖ്യയെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. എന്നിട്ട് അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതാനും ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്തിട്ട് അവയിലെ എല്ലാവരെ കുറിച്ച് പഠിക്കും. ഈ ഒരു രീതിയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു നഗരത്തിലെ, അതായത് ഒരു സിറ്റിയിലത്തെ വിദ്യാർത്ഥികളെ പഠിക്കാൻ ചില സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും എന്ത് ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കും. So cluster sampling is a sampling method where a population is divided into groups or clusters and a random sample of these clusters is selected. All individuals within the selected clusters are then studied. For example, to survey students in a city, a researcher could randomly select a few schools, അഥവാ clusters, and survey all students in those schools. അടുത്തതാണ് വാട്ട് ഈസ് റിസർച്ച് പ്രോബ്ലം. ഡിഫൈൻ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ വിൽപ്പന, അതായത് സെയിൽസ് കുറയാനുള്ള കാരണം അറിയണം. അപ്പോൾ അവിടുത്തെ ഒരു റിസർച്ച് പ്രോബ്ലം അതാണ്, അതായത് സെയിൽസ് കുറയാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ഇസ് എ സ്പെസിഫിക് ഇഷ്യൂ, ഡിഫിക്കൽട്ടി ഓർ എ ഗ്യാപ്പ് ഇൻ എ നോളജ് ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻസ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇറ്റ്സ് ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ദ റിസർച്ച് aims to answer. For example, a company wants to know why its sales are falling. The research problem is what factors are causing the decline in sales. ഈ ക്വസ്റ്റ്യന് 2024 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണത്തിൽ നാം മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതൊരു കാരണമായിട്ട് പ്രവർത്തിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ അളവ് പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനത്തിൽ ഉറക്കത്തിൻ്റെ അളവാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് വരുന്നത്. അപ്പോൾ an independent variable is a variable that is changed or manipulated in a research study to see its effect on another variable. It is a cause. For example, in a study on how sleep affects the performance, the amount of sleep, amount of sleep is the independent variable because it is manipulated by the researcher. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് നൾ ഹൈപ്പോത്തസിസ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഈ റിസർച്ചേഴ്സ് ശ്രമിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി കൂടി കുടിക്കുന്നതും പരീക്ഷയിലെ മാർക്ക് കിട്ടുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. അപ്പോൾ null hypothesis is a statement that there is no relationship between two variables or no difference between two groups. It's the statement that a researcher tries to disprove. For example, there is no relationship between the amount of coffee consumed and exam scores. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ കോണ്ടിൻജൻസി ടേബിൾസ്.
കണ്ടിൻജൻസി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് പട്ടിക ടേബിൾ ആണ് കണ്ടിൻജൻസി ടേബിൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേ എടുത്തതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ലേ, സർവേ അതിൻ്റെ ഒരു സമ്മറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കണ്ടിൻജൻസി ടേബിൾ യൂസ് ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേ നടത്താണ് ഒരു 200 ആളുകളുടെ ഇടയിൽ. അപ്പോൾ അവരെ ജെൻഡർ ആണും പെണ്ണും, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഒരു പുതിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് വരികയാണ് സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിട്ടുള്ളത്, അത് കുടിക്കാനുള്ള അവരൊരു ആഗ്രഹം. അപ്പോൾ ഇതൊരു സർവേ എടുത്തിട്ട് കണ്ടിൻജൻസി ടേബിളിൽ ഓർഗനൈസ് ചെയ്യും. മെയിൽ ഇത്ര, ഫീമെയിൽ ഇത്ര, ടോട്ടൽ ഇത്ര, ഓറഞ്ച് ഫ്ലേവറിനോട് എത്ര പേർക്കുണ്ട് ആഗ്രഹം, സ്ട്രോബെറിക്ക് എത്ര പേരുണ്ട് ആഗ്രഹം, അങ്ങനെ ഇതെന്ത് ചെയ്തു ഒരു ടേബിൾ മാതിരി എന്ത് ചെയ്യും ഇൻ്റർപ്രിറ്റ് ചെയ്യും, റോസും കോളംസും ഒക്കെ ആക്കിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടേബിൾ ടൈപ്പ് മെത്തേഡാണ് കണ്ടിൻജൻസി ടേബിൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ റിസർച്ച് ഗ്യാപ്പ്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിൽ മുമ്പ് നടന്ന റിസർച്ചുകൾ ഉണ്ടാവില്ലേ, ഗവേഷണം, അതിൽ നിന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം, അതിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ അപ്പം എന്ത് വരുന്നു, പുതിയൊരു റിസർച്ച് നടത്തേണ്ട ഒരു ആവശ്യം വരികയാണ്. A research gap is a question or a problem that has not been answered by any of the previous studies or research in a particular field. It's the area where new research is needed. ഈ 9th ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഇൻ്റർവെനിങ് വേരിയബിൾസ്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയാം. അതായത് ഒരു കമ്പനിയിൽ 2 പേര് വർക്ക് ചെയ്യണം, അലക്സും ബെന്നും. അപ്പോൾ അലക്സ് വർക്ക് ചെയ്യണത് ഒരു 60 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആഴ്ചയിൽ, ബെൻ ആണെങ്കിൽ ഒരു 40 മണിക്കൂറാണ് വർക്ക് ചെയ്യണത്. പക്ഷെ മാസം അവസാനമായി നോക്കിയപ്പോൾ അലക്സിൻ്റെ പെർഫോമൻസ് വളരെ മോശം. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ, അലക്സല്ലേ കൂടുതൽ വർക്ക് ചെയ്തത് 60 മണിക്കൂർ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വർക്കിംഗ് അവേഴ്സ് വന്നപ്പോൾ പെർഫോമൻസ് മോശമായി. എന്താ കാരണം? ഇവിടെയാണ് ഇൻ്റർവീനിങ് വേരിയബിൾ വരുന്നത്. ഇവിടുത്തെ ഇൻ്റർവീനിങ് വേരിയബിൾ എന്താ? സ്ട്രെസ്സാണ്. അലക്സ് കൂടുതൽ വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് കൂടുതൽ സ്ട്രെസ്സ് വന്നു, കൂടുതൽ എക്സോസ്റ്റഡ് ആയി അയാൾ. അപ്പോൾ കൂടുതൽ സ്ട്രെസ്സ് വന്നപ്പോൾ എന്തായി, വർക്ക് പെർഫോമൻസ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് ഈ കഥയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ളത് എന്താണ്, ലോങ് വർക്കിംഗ് അവേഴ്സ്. അതായിരുന്നു കാരണം. ഇൻ്റർവീനിങ് വേരിയബിൾ എന്താണെന്നുള്ളതാണ് വൈ, സ്ട്രെസ്സാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ ഇതിൻ്റെ റിസൾട്ടാണ്, അഥവാ എഫക്റ്റാണ്, പുവർ വർക്ക് പെർഫോമൻസ്. So intervening variables are hypothetical variables that explain the relationship between an independent variable and a dependent variable. They are not directly observable. For example, stress is an intervening variable that explains the relationship between long working hours and low productivity. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിഡക്ഷൻ തിയറി. ഡിഡക്ഷൻ തിയറി നമുക്കൊരു കഥ പോലെ നോക്കാം. എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ്, നിങ്ങൾക്കൊരു കേസ് കിട്ടുകയാണ്, കുറേ വീടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കളവ് പോയിട്ടുണ്ട്, അവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ എന്തായിരുന്നു, തുറന്ന് കിടക്കായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ആരും ബലം പ്രയോഗിച്ചിട്ടുള്ളൊരു ഇതൊന്നും കാണുന്നില്ല, അതേപോലെ തന്നെ അവിടുന്ന് കളവ് പോയ സാധനങ്ങൾ ജ്വല്ലറിയും ഇലക്ട്രോണിക് ഐറ്റംസുമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ആയിട്ടുള്ളൊരു തിയറി വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. എന്താണ് കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ആളുകളെ അറിയണതും അവരെ സ്വഭാവങ്ങൾ അറിയണതും ഒക്കെ ആയിരിക്കാം എന്ന് നിങ്ങൾ ജനറലായിട്ടൊരു തിയറിയിലേക്ക് എത്തുകയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഹൈപ്പോത്തസിസിൽ എത്താണ്. എന്താണ് ഈ കള്ളൻ എന്ന് പറഞ്ഞത് ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം എന്നൊക്കെ ഒരു ഹൈപ്പോത്തസിസിൽ നിങ്ങൾ എത്താണ്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് വീണ്ടും എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കളവ് പോയ ആളുകളുടെ വീട്ടുകാരായിട്ട് ഇൻ്റർവ്യൂ നടത്താണ്. അങ്ങനെ പ്രൊസീജിയർ നടന്നു പോവാണ്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ഹൈപ്പോത്തസിസും ഒരു ജനറൽ തിയറിയിലും നിങ്ങൾ എത്തുകയാണ്. എന്നിട്ടാണ് അവിടെ ഡിഡക്ഷൻ തിയറി പ്രയോഗിക്കുന്നത്. So deduction theory is a top-down approach to research. It starts with a general theory or hypothesis and then tests it using specific observation. It moves from general to specific. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച്. സാമൂഹികം, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികം. ഈ സാമൂഹിക പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ സ്വഭാവങ്ങളെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ റിസർച്ച്. Social research is a scientific method of studying social phenomena and human behavior. It aims to understand social relationships, groups, and societies by systematically collecting and analyzing data. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് പ്രോസസ്സ്. റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ അദ്ദേഹം റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ചില ഘട്ടങ്ങളെയാണ്
അതിൻ്റെ ഒരു സീരീസിനെയാണ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പ്രശ്നം തിരിച്ചറിയണത് മുതൽ തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം ഒരു റിപ്പോർട്ട് എഴുതുന്നത് വരെ അതിലാണത് അവസാനിക്കുന്നത്. അപ്പോൾ റിസർച്ച് പ്രോസസ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് എ റിസർച്ചേഴ്സ് ഫോളോ ടു കണ്ടക്ട് എ സ്റ്റഡി. ഇറ്റ് ബിഗിൻസ് വിത്ത് ഐഡൻറ്റിഫൈങ് എ റിസർച്ച് പ്രോബ്ലം ആൻഡ് എൻഡ്സ് വിത്ത് റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്, ഓൾ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ ഇതാണ് 2023 ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. എന്ത് വീഡിയോസാണ് അടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൂടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.